അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് എനിക്ക് ഞാൻ ഇട്ട വീഡിയോയ്ക്ക് കുറച്ച് കമന്റ്സ് വന്നായിരുന്നേ. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് ഇപ്പം മരവിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് പെൺകുട്ടികൾ ഇപ്പൊ പുതിയതായിട്ട് ലൈഫിലോട്ട് പോകുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ജസ്റ്റ് ഒരു ഉപദേശം, ഞാൻ കടന്നുപോയ ഒരു സാഹചര്യം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആണ് ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പോ 1.5 വർഷം മുന്നേ, അതായത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നു. തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പീരീഡ്സ് ആയി. അപ്പോ എന്റെ സ്നേഹനിധിയായ അമ്മായിയമ്മ എന്നോട് പറഞ്ഞത്, എന്നോടല്ല പൊതുവെ ആ സദസ്സിൽ പറഞ്ഞത്, പീരീഡ്സ് ആണ്, ഇവളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് സങ്കടം വരുവേ. അപ്പോ എന്താണ് എന്നുവെച്ചാ അതെനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ ബ്രദർ ഇൻ ലോ വന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല, അവൻ ചേട്ടൻ എവിടാ നിൽക്കുന്നത് അവിടെ തന്നെ വേണം ചേട്ടത്തെ നിൽക്കാന്, ചേട്ടനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ എല്ലാവരും ഹസ്ബൻഡ് ആണേലും കാര്യങ്ങൾ പറഞ്ഞ് നിന്ന്. പക്ഷെ അന്ന് ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഒരു വിരുന്നിനൊക്കെ പോയായിരുന്നു. എന്റെ നേരത്തെ ഞാൻ വർക്ക് ചെയ്തെടുത്ത സിസ്റ്റർ വീട്ടിലായിരുന്നു ആദ്യത്തെ വിരുന്ന് ഞാൻ പോയത്. എന്റെ ഫാദർ ഇൻ ലോവിനെ കൊണ്ടുപോയി. എനിക്ക് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ പ്രൈവസി പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുവാണേ. ഈ ദിവസം തന്നെ റോഡിൽ ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ വീട് ചേച്ചി അതിലെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ആ ചേച്ചിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ്, ഈ സിന്ദൂരം അങ്ങ് തുടച്ചു കളയാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ സിന്ദൂരം തൊട്ടിട്ടില്ല, സമ്മതിക്കുന്നു. കാരണം ഹിറ്റ് ഇടുമ്പോൾ ഇവിടെ എല്ലാം പരക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, ആ നിൽക്കുന്ന ആള് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവനോടുണ്ട്. അപ്പം ഹസ്ബൻഡ് മരിച്ചാലാണ് നമ്മൾ താലി സിന്ദൂരം ഇടാൻ പറ്റാത്തത്. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടുമില്ല ഇനി അങ്ങനെ ഒരു രീതി ഉണ്ടാകുമായിരിക്കും. ഇത് ഞങ്ങൾ ഹിന്ദുസിലാണെന്ന് തോന്നുന്നു കൂടുതൽ. ക്രിസ്ത്യൻസും മുസ്ലിംസും എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം കേട്ടോ. അതൊന്ന്. രണ്ടാമത്, ഒരിക്കലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ക്ലിനിക്കിലോട്ട് വന്നു. അപ്പൊ ഞാൻ ചോറൊക്കെ, എന്റെ അമ്മ അവിടെ ആറ്റുകാർ എന്തോ പൊങ്കാല ഇടാൻ പോയ സമയത്ത് ഞാൻ ചോറൊക്കെ വെച്ചിട്ട് വരുന്ന വഴി അരി അടച്ചിട്ടേക്കുവാണ്. അപ്പത്തെ എനിക്ക് പെട്ടെന്നൊന്നും വരാൻ എമർജൻസി കോൾ വന്നോട് ഞാനിങ്ങ് പോകുന്നു. ചോറ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഉച്ചയ്ക്ക് 1 മണി 1:30 ഒക്കെ ആയപ്പോഴത്തേനും ജസ്റ്റ് നോക്കിയൊക്കെ നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിലോട്ട് പോയത്. ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട്, ഇവിടെ അടുത്ത 4 കിലോമീറ്റർ ഉള്ളൂ എനിക്ക് ചെയ്യുന്നത് അങ്ങോട്ട് പോകാൻ. പോയി ഉണ്ടു. പിന്നെ ഞാൻ കാറിലല്ല, എന്റെ ഒരു സ്കൂട്ടിയിലാണ് പോയത്. അപ്പൊ വെയിൽ താന്നിട്ട് വരാൻ ഒരു 2:30 3 മണിയൊക്കെ ആയപ്പോഴത്തെ ഇറങ്ങാൻ നേരത്ത് എന്റെ മദറിനെ വിളിച്ച് ചായ വേണം. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അച്ഛന് ചായ ഇടുന്നുണ്ടെന്ന്, നിനക്കോട് ഇട്ട് തരാം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഈ സമയത്ത് എനിക്ക് പീരീഡ്സ് ആണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം പറഞ്ഞു ചായ ഇട്ടുകൊണ്ട് എനിക്ക് ആറ്റി കുളിക്കാൻ പറ്റും. ഈ അച്ഛൻകോവിൽ ആറിന്റെ സൈഡിലാണ് ഈ പന്തളങ്കാറയൊക്കെ വീട് വരുന്നത്. ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, അമ്മ പൊക്കോ, ഞാൻ അച്ഛനൂടെ ചായ ഇട്ട് കൊടുത്തിട്ട് ഞാനങ്ങ് ക്ലിനിക്കിൽ പൊക്കോളാം. വേണ്ട ഞാൻ ഇട്ട് തരാം. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഈ അടുക്കളയിൽ ഒരു പാതകം ഉണ്ടല്ലോ, സ്ലാബ് ഒക്കെ ഉണ്ട് നമ്മൾ ഗ്യാസ്, ഞാൻ അതിന്റെ മേലോട്ട് കയറിയിരുന്നു. അമ്മ അവിടെ ചെന്നിട്ട് തറ തുടയ്ക്കുന്ന തുണി, പിന്നെ സ്ലാബ് തുടയ്ക്കുന്ന തുണി, കൈക്കുള്ള തുണി, അങ്ങനെ സകലമാന തുണി എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അപ്പം മാനസികമായിട്ട് എനിക്കൊരു സങ്കടം ഉണ്ട് കേട്ടോ. ഇത് 2 ഇൻസിഡന്റ് എന്റെ ഓർമ്മയിലുള്ളത്. ഇനിയുണ്ട്, എണ്ണിയാ കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞു ചായ വേണ്ട, ഞാൻ എനിക്ക് പോകാൻ പറഞ്ഞു. കാരണം ഉച്ച കഴിഞ്ഞ് എനിക്ക് അടുത്ത പേഷ്യൻസിനെ നോക്കണം, എന്റെ ഒരു മെന്റൽ ഹെൽത്ത് ഞാൻ നോക്കണമല്ലോ. എനിക്ക് 2 3 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ഹിന്ദുസിനും മാത്രമല്ലായിരുന്നല്ലോ ഓണം ഉള്ളത്, ക്രിസ്ത്യൻസും മുസ്ലിംസും ഓണം ആഘോഷിക്കുന്നവരാണ്. അവരുടെ വീട്ടിലൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട്, അതൊരു കാര്യം. രണ്ടാമത്, ഈ പീരീഡ്സ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ ഒരു അമ്മയാവാൻ പ്രാപ്തിയാവാണ്. അപ്പം ഈ പീരീഡ്സ് അയിത്തമായവര് ഇതുകൊണ്ടുണ്ടാകുന്ന കുഞ്ഞിനെ ഞങ്ങൾ അയിത്തമായിട്ട് കണ്ടത്. അതായത് ഞാൻ അടക്കമുള്ള പെൺകുട്ടികള്, അമ്മായിമ്മമാര് അല്ല അമ്മായിയച്ചന്മാര്, രണ്ടുപേരും ഒരുപോലാണ്. അവർ ഈ അയിത്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അശുദ്ധിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടുണ്ടാവുന്ന കുഞ്ഞിനെ തൊടാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എന്തായാലും ഡിവോഴ്സ് ആവുമോന്നൊന്നും എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഒരു അറ്റാക്ക് വന്നായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലായിരുന്നു. രാത്രിയാണ്, 2 2:30 ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ രാത്രി ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള ഡോക്ടർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എനിക്ക് അറിയത്തില്ല, അവർക്ക് പീരീഡ്സ് ആണെന്ന് അറിഞ്ഞിട്ടായിരുന്നോ ഇവര് നോക്കിയത്? അതൊന്നും വേണ്ട, സിസ്റ്റർ എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എങ്കിലും എടുത്ത് കാണും. എന്തായാലും ഐസിയുലാണ് കൊണ്ടിട്ടത്. ഇഞ്ചക്ഷനും കാര്യങ്ങളും മെഡിസിനും മെഡിക്കേഷൻസ് ഒക്കെ നല്ലപോലെ IV പോലും NS ഒക്കെ എല്ലാം പോയി കാണും. ആ സമയത്ത് സിസ്റ്റർ പീരീഡ്സ് ആയ സിസ്റ്റർ ആണോ അച്ഛനെ തൊട്ടേന്ന് അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുമക്കളെ, ചെറിയ വാവകളെ ഇമ്മ്യൂണൈസേഷൻ, അതായത് കുത്തിവയ്പ്പിന് കൊണ്ടുപോകും. അത് ചിലപ്പം അമ്മയുടെ അമ്മയായിരിക്കും കൊണ്ടോ അച്ഛന്റെ അമ്മയായിരിക്കും കൊണ്ടോ. അപ്പൊ ഈ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കുന്നതും സ്ത്രീകളായിരിക്കും, പെണ്ണുങ്ങളായിരിക്കും. മിക്കവാറും ഇമ്മ്യൂണൈസേഷൻ ഞാൻ മെയിൽ സ്റ്റാഫിനെ കുറവാണ് കണ്ടേക്കുന്നത്, ഫീമെയിൽ ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എന്താണ് പീരീഡ്സ് ആണോ എന്ന് ചോദിച്ചിട്ടാണോ ഇതാക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തത്, അതൊരു അശുദ്ധിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാല്, എന്തുകൊണ്ട് ആ സമയത്ത് മാറിയിരിക്കണം തുടരുന്ന് പറഞ്ഞാൽ, ആ സമയത്തെ പെണ്ണുങ്ങൾക്ക് ഒരു റെസ്റ്റ് കിട്ടത്തുള്ളൂ പണ്ടത്തെ കാലത്ത്. പിന്നെ അതുപോലെ ഞാൻ എന്റെ പേഷ്യൻസിനോട് ഫീമെയിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, മാഡം നിങ്ങൾക്ക് പീരീഡ്സ് ആണോ? ഒന്നുമല്ല, ബ്ലീഡിങ് ടെൻഡൻസി കൂടുതൽ ഉള്ളതാണ്. പീരീഡ്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ചില പ്രൊസീജിയേഴ്സ് സർജിക്കലൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലായിട്ടാണ് ഞാൻ പഠിച്ചു വന്നേക്കണത്. എന്റെ ബുക്കിൽ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാല്, പിന്നെന്താണ്, ഞങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടോ ഇന്ന് വരെ ഒരു പേഷ്യന്റ് എന്നോട് ചോദിച്ചു, ഡോക്ടർ നിങ്ങൾക്ക് പീരീഡ്സ് ആണെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്യരുത്, ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞാല് എനിക്കിത് ഭയങ്കര സങ്കടമുള്ളത്. കാരണം എനിക്ക് ഏറ്റവും സമാധാനമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എന്റെ പ്രൊഫഷൻ ഇന്ന് വരെ ദൈവം സഹായിച്ച് എനിക്കൊരു
പാകപ്പഴം എനിക്ക് വന്നത്. എന്റെ കൈ കൊണ്ട് ഞാൻ ഇപ്പോഴും BP ബ്ലേഡിന്റെ ഹാൻഡിലൊക്കെ എടുക്കുമ്പോൾ 100 ദൈവത്തെ വിളിച്ചാൽ നമ്മൾ എടുക്കണം. നമ്മൾ കാരണം അവർക്ക് ഒരു പ്രശ്നം വരല്ലേ എന്ന്. ഇന്ന് വരെ എനിക്ക് പ്രൊഫഷണൽ ഒരു പ്രശ്നമായിട്ട് ദൈവം സഹായിച്ചില്ല. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എന്നെ പ്രതീക്ഷിച്ചാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നത്. അയ്യോ ഡോക്ടർ സന്തോഷമാണല്ലോ, നമ്മളെ നന്നായി ട്രീറ്റ് ചെയ്യല്ലോ, മരുന്നൊക്കെ ഇതാക്കുമല്ലോ എന്ന് കരുതി വരുമ്പോഴത്തേക്ക് ഇന്ന് വരെ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ താണു പോയിട്ടില്ല അവരുടെ. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം എന്ത് പ്രശ്നം വന്നാലും ഈ ആത്മഹത്യ എന്ന പെങ്കൊച്ചുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുക. ആരുണ്ടെങ്കിലും അപ്പനോ അമ്മയോ ആങ്ങളമാരോ ചേച്ചിമാരോ ആരുണ്ടോ പോലും ഇല്ല പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും.